മലയാളത്തിലെ അവതാരകരിൽ ഏറെ ശ്രദ്ധേയാണ് രഞ്ജിനി ഹരിദാസ്. മലയാളവും ഇംഗ്ലീഷും കലർന്ന സംസാര രീതിയാണ് രഞ്ജിനിയെ ശ്രദ്ധേയയാക്കിയത്. ഇതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു എങ്കിലും അതോടൊപ്പം തന്നെ മികച്ച സ്വീകാര്യതയും ജനപിന്തുണയും രഞ്ജിനിക്ക് ലഭിച്ചിരുന്നു. ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ജനപ്രീതി നേടിയ രഞ്ജിനി ദ ഗ്രീൻ റൂം എന്ന പേരിൽ പുതിയൊരു ഷോയും ആരംഭിച്ചിരുന്നു. ആ ഷോയിൽ ചിത്ര അതിഥിയായി എത്തിയിരുന്നു. അടുത്ത ബന്ധം രഞ്ജിനിയുമായി സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ചിത്ര. നീളം കുറഞ്ഞ് ഉടുപ്പിടുന്നതിന്റെ പേരിൽ ചിത്ര ചേച്ചി തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. കാലിന്മേൽ കാല് കയറ്റിവെച്ച് റിഹേഴ്സലിൽ ഇരിക്കുമ്പോഴൊക്കെ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കും. ലെഗ്സ് ഡൗൺ എന്നായിരിക്കും മെസ്സേജ്. എന്റെ ലൈഫിൽ തന്നെ കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ചിത്ര ചേച്ചിക്കാണ്. അമ്മയ്ക്ക് പോലും അത്രയും ആഗ്രഹമില്ല എന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. രഞ്ജിനിക്കൊപ്പമുള്ള ഒരു അനുഭവം ചിത്രയും പങ്കുവച്ചു. ഞങ്ങൾ കോയമ്പത്തൂരിൽ ഒരു ഷോയ്ക്ക് പോയതായിരുന്നു. ഡോക്ടേഴ്സിന്റെ കോൺഫറൻസ് ആയിരുന്നു. വലിയൊരു റാമ്പ് കെട്ടിയിട്ടിട്ടുണ്ട്. രഞ്ജിനി ഒരു ചെറിയ സ്കേർട്ടുമിട്ട് റാമ്പിലേക്ക് നടന്നു പോവുകയാണ്. റാമ്പിന്റെ ചുറ്റും ക്യാമറയും പിടിച്ച് കുറേ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ടെൻഷനായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ആദരിക്കുന്ന കൂട്ടത്തിൽ എന്നെ ഒരു പൊന്നാട അണിയിച്ചിരുന്നു. ഞാൻ അത് രഞ്ജിനിക്ക് ഉടുപ്പിച്ചു കൊടുത്തു എന്നാണ് ചിത്ര പറയുന്നത്. ചിത്രയുടെ പൊന്നാട മുണ്ടായി ഉടുത്ത ലോകത്തിലെ ഏക വ്യക്തി താനാണെന്നാണ് രഞ്ജിനി ഇതിന് മറുപടിയായി പറഞ്ഞത്. രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നതും ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടി തന്നെയാണ്. മറ്റാരൊക്കെ അവതാരകനായി എത്തിയാലും രഞ്ജിനി ഹരിദാസിന്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് പറയും പോലെയാണ് അത്. പലരും ആ ഷോയിൽ പിന്നീട് അവതാരകരെ എത്തിയപ്പോഴും നമുക്ക് ആ ഒരു വൈബ്, രഞ്ജിനി ഹരിദാസ് കൊണ്ടുതന്ന ഒരു വൈബ് നമുക്ക് ആർക്കും പിന്നീട് കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഷോ ആണെങ്കിലും ഒരു കാലത്ത് സ്റ്റേജ് ഷോകൾ അത് അന്യദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും സ്റ്റേജ് ഷോകളും അടക്കി വാണിരുന്നത് രഞ്ജിനി ഹരിദാസ് തന്നെയാണ് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. രഞ്ജിനി ഹരിദാസ് അവിവാഹിതയാണ്. മുൻപ് തന്റെ പ്രണയത്തെ പറ്റിയൊക്കെ രഞ്ജിനി ഹരിദാസ് തുറന്നു പറഞ്ഞിരുന്നു. തന്റെ പ്രണയത്തിൽ താൻ ചതിക്കപ്പെട്ടതിനെക്കുറിച്ചും തനിക്കെതിരെ വന്ന അപവാദങ്ങളും തന്നെക്കുറിച്ചുള്ള ന്യൂസുകളും അല്ലെങ്കിൽ തന്നെക്കുറിച്ച് പാപ്പരാസികൾ ഉണ്ടാക്കുന്ന ഗോസിപ്പുകളെ കുറിച്ചുമെല്ലാം രഞ്ജിനി ഹരിദാസ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. തനിക്ക് മദ്യപിച്ച് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നും, എന്നാൽ മദ്യപിച്ച് താൻ മദ്യപിക്കാറുള്ള ആളാണ്, എന്നാൽ തനിക്കൊരിക്കലും അങ്ങനെയൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല എന്നും അതൊക്കെ വെറും കള്ളക്കഥകളാണെന്നും രഞ്ജിനി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 40കളിലേക്ക് കടന്നിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ്. ഇതിനിടയിൽ രഞ്ജിനി ഹരിദാസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് വാഹനങ്ങളോടുള്ള ഇഷ്ടമാണ്. കാറുകളോട് താരത്തിന് വലിയ ഇഷ്ടമാണുള്ളത്. രഞ്ജിനി ഹരിദാസിന്റെ ഈ വണ്ടിപ്രേമം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുമുണ്ട്. 40കളിലേക്ക് കടന്നതിന് ശേഷം തന്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും പെരിമെനോഫേസിനെ കുറിച്ചുള്ള അവസ്ഥയെക്കുറിച്ചെല്ലാം രഞ്ജിനി ഹരിദാസ് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. 20കളിൽ തനിക്ക് സംഭവിച്ചൊരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചും ആയുർവേദ ചികിത്സയിലൂടെ വന്ന വലിയ മാറ്റത്തെക്കുറിച്ചും രഞ്ജിനി വ്ലോഗിൽ സംസാരിച്ചിരുന്നു. 2003-2004 കാലഘട്ടത്തിലാണ് താൻ കോളേജ് കഴിഞ്ഞ് ബംഗളൂരുവിൽ ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്തിരുന്നത്. 22 വയസ്സ് പ്രായം. രാത്രി 1 മണി മുതൽ രാവിലെ 8 മണി വരെ ആയിരിക്കും ഡ്യൂട്ടി. ഉറക്കമില്ല, കുറെ ചായ കുടിക്കും. അങ്ങനെ തീർത്തും അനാരോഗ്യപരമായ ഒരു ജീവിത ശൈലിയായിരുന്നു. അതിനിടയിലാണ് എനിക്ക് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം തരിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇടയ്ക്ക് വരും പോകും. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. നാട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു. ഡോക്ടറെ കണ്ടു. എന്റെ 22ാം വയസ്സിലായിരുന്നു അത്. അന്ന് ആദ്യമായി MRI സ്കാനിംഗ് ചെയ്തു. എനിക്കെന്തോ മാരകമായ അസുഖമാണ്, ചത്തുപോകുമെന്നൊക്കെയാണ് കരുതിയത്. കുറച്ചു മരുന്നുകളൊക്കെ കഴിച്ചു. ഇപ്പോൾ ആശ്വാസം തോന്നി. അതൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സ്റ്റാർ സിംഗറിലേക്ക് വന്നു. തിരക്കുള്ള ആങ്കറായി. അങ്ങനെ ജീവിതം പോകുമ്പോഴാണ് ഒരു പാർട്ടിക്ക് പോയത്. അന്ന് കാർ ഒരു ഗട്ടറിൽ ചാടിയപ്പോൾ എന്റെ തലയ്ക്ക് മുകളിൽ പോയിടിച്ചു. അതിനുശേഷം ഉറക്കമില്ല, ഭയങ്കരമായ വേദനയും. വീണ്ടും ഡോക്ടറെ കണ്ടു. 1-2 ഡിസ്ക് ഞരമ്പിനെ വളരെ ഭീകരമായി തട്ടുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല, ഒരു സർജറി ചെയ്താൽ സെറ്റാണെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ ജീവിതത്തിലെ ആ പ്രൈം ടൈം മിസ് ചെയ്യാൻ പറ്റില്ല. എത്രയും വേഗം അസുഖം മാറണം. അതുകൊണ്ട് സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം ബെഡൊക്കെ ബുക്ക് ചെയ്താണ് ഞാൻ തിരിച്ചു വന്നത്. ആ സമയത്താണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കോൾ വന്നത്. എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു കോൾ. അങ്ങനെയാണ് എന്റെ ജീവിതത്തിലേക്ക് ആയുർവേദം കടന്നു വരുന്നത്. സർജറി ഒന്നും ചെയ്യാതെ തന്നെ ആ വേദന ഡോക്ടർ സുരേഷ് മാറ്റി തന്നു. ശരിക്കും ഒരു മാജിക് തന്നെയായിരുന്നു അത്. അന്നു മുതൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാർട്ടാണ് ആയുർവേദം. ഇന്നും തുടരുന്നു എന്നാണ്